നമസ്കാരം. ലോകം വീണ്ടും ഒരു അപകടകരമായ വഴിയിലേക്ക് നീങ്ങുകയാണ്. യുദ്ധത്തിന്റെ ചൂട് തീർന്നിട്ടില്ലാത്ത പശ്ചിമേഷ്യൻ ആകാശത്ത് വീണ്ടും പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്ന ബോംബ് പോലെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കത്തിക്കയറുകയാണ്. സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കേണ്ട നേതാക്കൾ തന്നെ ഇന്ന് യുദ്ധത്തിന്റെ മുറവിളി ഉയർത്തുമ്പോൾ മനുഷ്യരാശിയുടെ ഭാവി ആരുടെ കൈകളിലാണെന്ന ചോദ്യം കൂടുതൽ ഭീകരമായി ഉയരുകയാണ്. ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര വഴികളിലൊന്ന്. എണ്ണയുടെ ഗന്ധം മാത്രമല്ല അവിടെ നിറയുന്നത്, രാഷ്ട്രീയ ശക്തിയുടെ തൂക്കമളക്കുന്ന ഒരിടം കൂടിയാണ് ഇപ്പോൾ അത്. ആ കടലിടുക്കിൽ ഒരു ഇറാനിയൻ കപ്പൽ പിടിച്ചെടുത്ത അമേരിക്കയുടെ നീക്കം സാധാരണ സൈനിക നടപടിയല്ല, അതൊരു സന്ദേശമാണ്. നമ്മൾ ഇവിടെ ആധിപത്യം പുലർത്തുന്നു എന്ന ശക്തി പ്രകടനം. പക്ഷെ അതിന്റെ മറുപടിയായി ഇറാൻ എന്ത് ചെയ്യും? അതാണ് ലോകത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് സമീപം US പ്രതിരോധം മറികടക്കാൻ ശ്രമിച്ച ചരക്കു കപ്പൽ പിടിച്ചെടുത്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പുറം ലോകത്തെ അറിയിച്ചത്. ഇറാനിയൻ പതാക നാട്ടിയ കപ്പലാണ് ഒമാൻ തീരത്തിന് സമീപത്ത് നിന്ന് പിടിച്ചെടുത്തതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലാണ് അറിയിച്ചത്. മിസൈൽ പ്രഹരശേഷിയുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലായ USS പ്രൂവാൻസ് ഇറാനിയൻ കപ്പലിന് തക്കതായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇറാനിയൻ സംഘം അത് ചെവിക്കൊണ്ടില്ല. എഞ്ചിൻ റൂം തുറച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ തടയേണ്ടി വന്നുവെന്നാണ് ട്രംപ് അറിയിച്ചത്. ടോസ്ക എന്ന പേരുള്ള 900 അടി നീളവും വിമാനവാഹിനി കപ്പലിനോളം ഭാരവുമുള്ള കപ്പലാണ് പിടിച്ചെടുത്തതെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ് കപ്പൽ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കാലയളവ് അവസാന ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെയാണ് അമേരിക്കയുടെ പുതിയ നീക്കമുണ്ടായത്. ഇതിനോടകം തന്നെ അനിശ്ചിതത്വത്തിലായ സമാധാന ചർച്ചകൾക്ക് പുറമെയാണ് അമേരിക്കയുടെ ഈ നടപടി. പാകിസ്ഥാനിൽ നടക്കുമെന്ന് കരുതപ്പെടുന്ന ചർച്ചകളെ പ്രതികൂലമായേക്കാമെന്ന സൂചനകൾ ഇതിനോടകം തന്നെ സജീവമാണ്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോക രാഷ്ട്രീയത്തിന്റെ വേദിയിൽ ശക്തമായി ഉയർന്നു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നയങ്ങൾ വീണ്ടും സംഘർഷത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും ദിശയിലാണ് നീങ്ങുന്നത് എന്നതാണ് വിമർശകർ പറയുന്നത്. സമാധാന ചർച്ചകൾക്ക് പകരം ശക്തിപ്രയോഗം മുൻനിർത്തുന്ന സമീപനം ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്നതല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷാ സംവിധാനങ്ങളെയും നേരിട്ട് ബാധിക്കുന്നതാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം കടന്നു പോകുന്നു. ഇവിടെ ഒരു ചെറിയ സംഘർഷം പോലും ഉണ്ടായാൽ അതിന്റെ പ്രതിഫലം എണ്ണവിലയിൽ മാത്രം ഒതുങ്ങില്ല. സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിൽ നിന്നും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിരത വരെ എല്ലാം തകരാറിലാണ്. എന്നിട്ടും ലോക നേതാക്കൾ ഈ അപകടത്തിന്റെ അറ്റത്തേക്കാണ് നമ്മെ നയിക്കുന്നത്. ഒരു കപ്പൽ പിടിച്ചെടുക്കൽ ഒരു സാധാരണ വാർത്തയായി തോന്നാം, പക്ഷെ അതിന് പിന്നിൽ നടക്കുന്നത് വലിയൊരു ശക്തിയുടെ പോരാട്ടമാണ്. അമേരിക്കയുടെ നീക്കങ്ങൾ, ഇറാന്റെ പ്രതികരണം, ചൈനയുടെയും റഷ്യയുടെയും നിലപാടുകൾ, ഇവയെല്ലാം ചേർന്നാണ് ഒരു വലിയ അന്താരാഷ്ട്ര ചെസ് കളി നടക്കുന്നത്. എന്നാൽ ഈ കളിയിൽ പാവകൾ ആരാണ്? സാധാരണ ജനങ്ങൾ തന്നെ. ഇതൊരു രാജ്യത്തിന്റെ ജയപരാജയത്തിന്റെ കഥയല്ല, ഇത് മനുഷ്യരാശിയുടെ ഭാവിയെ മുൻനിർത്തുന്ന ഭീഷണിയാണ്. ഓരോ യുദ്ധത്തിനും പിന്നിൽ ഒരു നേതാവിന്റെ സ്വാർത്ഥ തീരുമാനമുണ്ടാകും, പക്ഷെ അതിന്റെ വില കൊടുക്കേണ്ടത് കോടിക്കണക്കിന് സാധാരണ മനുഷ്യരാണ്. ഇന്നത്തെ ലോകത്തിൽ സാങ്കേതിക വിദ്യയും ആണവായുധങ്ങളും കൈവശമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ സംഘർഷം ഉണ്ടാകുന്നത് പഴയകാല യുദ്ധങ്ങളെ പോലെയല്ല. അതൊരു പ്രദേശത്തെ മാത്രം നശിപ്പിക്കില്ല, മുഴുവൻ ഭൂമിയെയും ബാധിക്കും. എന്നിട്ടും യുദ്ധം ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്ന പ്രവണത അവസാനിക്കുന്നില്ല. അവസാനം ഒരു ചോദ്യമാണ് നമ്മെ അലട്ടുന്നത്: ഇത് എവിടെ അവസാനിക്കും? സമാധാനം സംസാരിക്കേണ്ടവരാണ് യുദ്ധം വിളിച്ചു പറയുമ്പോൾ ലോകം കേൾക്കേണ്ടത് ആരെയാണ്? ലോക നേതാക്കളെയോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ വില അറിയുന്ന സാധാരണ മനുഷ്യരെയോ? ഇന്ന് സംഭവിക്കുന്ന ഓരോ നീക്കവും നാളെയുടെ ചരിത്രം എഴുതുകയാണ്. പക്ഷേ ആ ചരിത്രം മനുഷ്യന്റെ നിലനിൽപ്പിനായിരിക്കുമോ അല്ലെങ്കിൽ നാശത്തിനായിരിക്കുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതമാണ്.